ജീസസ് റെയിൻസ്. യേശു വാഴുന്നു ശുശ്രൂഷകളിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നിങ്ങളുടെ കുടുംബജീവിതത്തിൽ പിശാച് കയറിയിട്ടുണ്ടോ? എങ്ങനെ അറിയുവാൻ കഴിയും? ചില അടയാളങ്ങളാണ് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്. അനേകം കുടുംബങ്ങളിൽ ഒരു സമാധാനവുമില്ല, സ്വസ്ഥതയുമില്ല. എപ്പോഴും തമ്മിൽ വഴക്കാണ്. ചില കുടുംബങ്ങൾ ഡിവോഴ്സിലെത്തിച്ചേർന്നിരിക്കുന്നു. മറ്റ് കുടുംബങ്ങൾ ഡിവോഴ്സിലെത്തിയില്ലെങ്കിൽ പോലും ഗുരുതരമാകുന്ന പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. ആ കാര്യങ്ങൾ ഞാൻ വിശദീകരിക്കാം. എന്നാൽ അതിനു മുന്നമേ ഒന്ന് രണ്ട് പുസ്തകങ്ങൾ പരിചയപ്പെടുത്തുന്നു. പാസ്റ്റർ സാജൻ ഈശോ ജെസ്സി സാജൻ എഴുതിയ പുനരുജ്ജീവനവും പുനഃസ്ഥാപനവും എന്ന പുസ്തകം, മലയാളം പുസ്തകം ഞങ്ങളുടെ പക്കൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കും. ഈ പുസ്തകം ആന്തരിക സൗഖ്യത്തെക്കുറിച്ചുള്ളൊരു പുസ്തകമാണ്. മനസ്സിന് എങ്ങനെ സൗഖ്യം പ്രാപിക്കുവാൻ കഴിയും. ഈ പുസ്തകം നിങ്ങൾക്ക് സൗജന്യമായി ലഭിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങളുടെ അഡ്രസ്സ് അയച്ചു തരിക. ഞങ്ങളിത് സൗജന്യമായി നിങ്ങളുടെ അരികിൽ എത്തിക്കുന്നതായിരിക്കും. പുനരുജ്ജീവനവും പുനഃസ്ഥാപനവും പാസ്റ്റർ സാജൻ ഈശോ, തൻ്റെ വൈഫ് ജെസ്സി സാജൻ, ഇവർ ഒരുമിച്ച് എഴുതിയ പുസ്തകമാകുന്നു. മറ്റൊരു പുസ്തകം, ഒരു ഇംഗ്ലീഷ് പുസ്തകം, ഞാൻ എഴുതിയ പുസ്തകമാണ്. പെൻറ്റക്കോസ്റ്റ് എഗെയിൻ, അരുണാചൽ പ്രദേശിൽ നടന്ന ഉണർവിൻ്റെ ചരിത്രമാണ് ഈ പുസ്തകത്തിൽ നിങ്ങൾക്ക് വായിക്കുവാൻ കഴിയുന്നത്. ഈ പുസ്തകവും നിങ്ങൾക്ക് ലഭിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ സൗജന്യമായി അയച്ചു തരാം. ദയവായി നിങ്ങളുടെ അഡ്രസ്സ് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ അയച്ചു തരിക. ഈ പുസ്തകത്തിൻ്റെ മലയാളം വീണ്ടും പെന്തക്കോസ്റ്റ് മലയാള പുസ്തകവും ഇപ്പോൾ ഞങ്ങളുടെ പക്കൽ ചില കോപ്പികൾ ശേഷിച്ചിട്ടുണ്ട്. ലഭിക്കണമെന്ന് ആഗ്രഹമുള്ളവർ അഡ്രസ്സ് ദയവായി അയച്ചു തരിക. കുടുംബജീവിതത്തിൽ പിശാച് കയറിക്കഴിഞ്ഞാൽ പിശാചിൻ്റെ സ്വഭാവം, അവൻ തകർക്കുന്നവനാണ്, നശിപ്പിക്കുന്നവനാണ്, ഇല്ലാതെയാക്കുന്നവനാണ്. കുടുംബജീവിതത്തെ കർത്താവ് സ്വർഗതുല്യമാക്കി തീർക്കുവാൻ, എല്ലാ കുടുംബങ്ങളെയും കർത്താവ് സ്വർഗതുല്യമാക്കി തീർക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം കൊണ്ട് കുടുംബങ്ങളെ അനുഗ്രഹിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ടത്, കുടുംബ ജീവിതത്തിൽ ഒരു മിഡിൽ പ്ലേസ് ഉണ്ട്. എല്ലാ റിലേഷൻഷിപ്പിലും ഒരു മിഡിൽ പ്ലേസ്, ഒരു മധ്യസ്ഥാനമുണ്ടല്ലോ. രണ്ട് ഇഷ്ടിക എടുത്ത് ചേർത്ത് വയ്ക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു മധ്യസ്ഥാനമുണ്ട്. അതൊരു മതിലായി തീരണമെന്നുണ്ടെങ്കിൽ ആ ഇടയിലുള്ള മധ്യസ്ഥാനത്ത് നമ്മൾ സിമെൻറ്റും മണലും കൊണ്ട് ചാന്തുണ്ടാക്കിയിട്ട് അത് ചേർത്ത് വയ്ക്കുമ്പോഴാണ് അത് യോജിക്കുന്നത്. എന്നതുപോലെ എല്ലാ ബന്ധങ്ങൾക്കും മിഡിൽ പ്ലേസ് ഉണ്ട്. രണ്ടു പേർ ചേർന്ന് വരുമ്പോൾ അതിൻ്റെ നടുവിലൊരു മിഡിൽ പ്ലേസ് ഉണ്ട്. ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരുമിച്ച് കൂടുന്ന സന്ദർഭത്തിൽ നമ്മളുടെ മിഡിൽ പ്ലേസിൽ കർത്താവാകുന്ന യേശുവാണ്. അവിടുന്നാണ് കടന്നു വന്ന് നമ്മോടുകൂടെ ആയിരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 18-ാമത്തെ അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിൽ ഉണ്ട് എന്നും ഞാൻ നിങ്ങളോട് പറയുന്നു. 2 പേര് ചേർന്ന് വരികയാണെങ്കിൽ അതിൻ്റെ നടുവിൽ ആരുണ്ട്? യേശുവുണ്ട്. ഭാര്യയും ഭർത്താവും അവരൊരുമിച്ച് വരുന്ന സന്ദർഭത്തിൽ അവരുടെ നടുവിൽ യേശുവുണ്ട്. അങ്ങനെയാണ് ആ ബന്ധം നല്ല ബന്ധമായി തീരുന്നത്, യേശുവിൻ്റെ സ്വഭാവമുള്ള ബന്ധമായി തീരുന്നത്, തമ്മിൽ സ്നേഹിക്കുവാൻ കഴിയുന്നത്, ഒരുമിച്ച് പ്രവർത്തിക്കുവാനും ഒരു ദേഹമായി തീരുവാനും കഴിയുന്നത്. യോവേൽ പ്രവാചകൻ്റെ പുസ്തകം 2-ാമത്തെ അധ്യായം അതിൻ്റെ 27-ാമത്തെ വാക്യത്തിൽ ഞാൻ ഇസ്രയേലിൻ്റെ നടുവിലുണ്ട്. ഇസ്രയേലുമായുള്ള ബന്ധത്തിലും യഹോവയാകുന്ന കർത്താവ് പറയുന്നത്, ഞാൻ അവരുടെ മിഡിൽ പ്ലേസിലുണ്ട്, ഞാൻ ഇസ്രയേലിൻ്റെ നടുവിലുണ്ട്, ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവ, മറ്റൊരുത്തനുമില്ല എന്ന് നിങ്ങൾ അറിയും. എൻ്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകുകയുമില്ല. മിഡിൽ പ്ലേസിൽ യേശു ഉണ്ടെങ്കിൽ എൻ്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകുകയുമില്ല. സഭാപ്രസംഗിയുടെ പുസ്തകം അതിൻ്റെ 4-ാമത്തെ അധ്യായം
12-ാമത്തെ വാക്യത്തിൽ മുപ്പിരിച്ചരട് വേഗത്തിൽ അറ്റുപോകയില്ല എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. മുപ്പിരിച്ചരട് വേഗത്തിൽ അറ്റുപോകയില്ല. അങ്ങനെയെങ്കിൽ ഭാര്യയും ഭർത്താവും അതോട് ഒന്നിച്ചു തന്നെ കർത്താവും കൂടെ ചേരുമ്പോൾ, വലിയവനാകുന്ന ദൈവവും കൂടെ ചേരുമ്പോഴാകുന്നു ആ ബന്ധം ദൃഢമായി തീരുന്നത്. യേശു അവരുടെ നടുവിൽ വരുമ്പോഴാകുന്നു ആ ബന്ധം ദൃഢമായി തീരുന്നത്. പകരം അവരുടെ ജീവിതത്തിൽ, അവരുടെ കുടുംബത്തിൽ പിശാച് കയറുകയാണെങ്കിൽ ആ ബന്ധം തകരുവാൻ ഇടവരും. ഒരു ദേഹമാക്കി തീർക്കുക, ഭാര്യയും ഭർത്താവിനെയും ഒരു ദേഹമാക്കി തീർക്കുക എന്നതാണ് ദൈവത്തിൻ്റെ ഉദ്ദേശം. എന്നാൽ പിശാചിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇവരെ തകർത്ത് പിരിച്ചുവിടുക എന്നുള്ളതാണ്. ഇവരെ രണ്ട് ദിശയിലേക്ക് തിരിച്ചുവിടുക, ഇവരെ പിരിച്ചുവിടുക, ഇവരെ ഒന്നാക്കരുത്. ഒന്നാക്കി കഴിഞ്ഞാൽ, ഇവരൊരു ദേഹമായി കഴിഞ്ഞാൽ, ഇവരൊരുമിച്ച് ചലിക്കുവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവൻ്റെ രാജ്യത്തിന് മഹാഭീഷണിയാണ്. യോജിപ്പുള്ള ദൈവിക ഗുണമേന്മയുള്ള യേശുക്രിസ്തുവിൻ്റെ സ്വഭാവമുള്ള ഭാര്യ ഭർത്തൃ ബന്ധം എന്ന് പറയുന്നത് പിശാചിന് ഭീകര ഭീഷണിയാണ്. അതുകൊണ്ടാണ് അവൻ കുടുംബങ്ങളിൽ നുഴഞ്ഞു കയറി ആ കുടുംബജീവിതത്തെ തകർക്കുവാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ കുടുംബജീവിതത്തിൽ പിശാചുണ്ടോ? അടയാളങ്ങൾ: 1, ആവർത്തിച്ചുണ്ടാകുന്ന വഴക്ക്. ചെറിയ കാര്യത്തിന് പോലും ഭാര്യ ഭർത്താവുമായിട്ട് വഴക്കുണ്ടാക്കുന്നു, ഭർത്താവ് ഭാര്യയുമായിട്ട് വഴക്കുണ്ടാക്കുന്നു. വീട്ടിലോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ വഴക്കാണ്. എന്തെങ്കിലും പറഞ്ഞ വഴക്കാണ്. ആവർത്തിച്ചുണ്ടാകുന്ന വഴക്ക് വളരെ വ്യക്തമാകുന്ന ഒരടയാളമാകുന്നു നിങ്ങളുടെ കുടുംബജീവിതത്തിൻ്റെ നടുവിൽ പിശാച് കയറിയിട്ടുണ്ട്. മിഡിൽ പ്ലേസിൽ നിന്ന് യേശു പോയി. മിഡിൽ പ്ലേസിൽ പിശാച് കയറിയിരിക്കുകയാണ്. അവൻ നിങ്ങളെ തമ്മിൽ അടുപ്പിക്കുന്നു. ആത്യന്തിക ലക്ഷ്യമെന്ന് പറയുന്നത് നിങ്ങളെ തമ്മിൽ വെറുപ്പിക്കുക, തമ്മിൽ പകയുള്ളവരാക്കി തീർത്ത് നിങ്ങളെ പിരിച്ചുവിടുക എന്നതാണ് അവൻ്റെ ആത്യന്തിക ലക്ഷ്യം. ഉൽപ്പത്തി പുസ്തകം 3-ാമത്തെ അധ്യായത്തിൽ അവിടെ ആദ്യമായി മനുഷ്യൻ പാപം ചെയ്ത സന്ദർഭത്തിൽ പുരുഷൻ ആദ്യമായിട്ട് സ്ത്രീക്ക് വിരോധമായി സംസാരിക്കുന്നത് 3-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. ദൈവത്തോട് പറയുകയാണ്, എന്നോടുകൂടെ ഇരിപ്പാൻ നീ തന്നിട്ടുള്ള സ്ത്രീ വൃക്ഷഫലം തന്നു, ഞാൻ തിന്നുകയും ചെയ്തു എന്ന് പറഞ്ഞു. ഇവർ തമ്മിൽ അടിയായി. ഇതിൻ്റെ കാരണക്കാരൻ യഥാർത്ഥത്തിൽ ആരായിരുന്നു? നുഴഞ്ഞു കയറി വന്ന പാമ്പായിരുന്നു. ഇപ്പോൾ ഭർത്താവ് പറയുന്നത്, ഇവൾ ഒരുത്തി മുഖാന്തരമാണ് എൻ്റെ അവസ്ഥ ഇങ്ങനെയായത്. ഇവിടെയാണ് നമുക്കുണ്ടാകുന്ന ഏറ്റവും വലിയ ഗുരുതരമാകുന്ന വീഴ്ച. പുരുഷൻ സ്ത്രീക്ക് വിരോധമായി സംസാരിക്കുവാൻ തുടങ്ങും, സ്ത്രീ പുരുഷന് വിരോധമായി സംസാരിക്കുവാൻ തുടങ്ങും. യഥാർത്ഥത്തിൽ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന പിശാചിനെ കണ്ടെത്തി അവന് വിരോധമായി സംസാരിച്ച് അവനെ പുറത്താക്കുവാൻ ഇവർ യോജിച്ച് നിൽക്കണം. അത് സംഭവിക്കത്തില്ല. ഇവിടെ ആവർത്തിച്ച് വഴക്കുണ്ടാകുന്ന സന്ദർഭത്തിൽ ഇനിയെങ്കിലും നിങ്ങൾ തീരുമാനമെടുക്കുക, ഞാൻ എൻ്റെ ഭാര്യയെ ആരോപണ വിധേയമാക്കുകയില്ല. ഭാര്യ തീരുമാനമെടുക്കണം, ഞാൻ എൻ്റെ ഭർത്താവിനെ ആരോപണ വിധേയമാക്കുകയില്ല. ഇതിൻ്റെ പിന്നിൽ ഞങ്ങളെ ഈ നിലയിലാക്കുന്ന, ഞങ്ങളുടെ സ്വഭാവത്തെ ഈ നിലയിലാക്കുന്ന ദുരാത്മാവിനെ ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ ഞങ്ങൾ പുറത്താക്കുവാൻ പോകുന്നു. ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുവാൻ പോകുന്നു. ഞങ്ങൾ തമ്മിൽ ക്ഷമിക്കുവാൻ പോകുന്നു, പൊറുക്കുവാൻ പോകുന്നു. പഴയ കാര്യങ്ങളൊക്കെയും മറക്കുവാൻ ഞങ്ങൾ തയ്യാറാകുന്നു. ഞങ്ങളിനി അന്യോന്യം ആരോപണം ഉന്നയിക്കുകയില്ല. ഒന്നാമത്തെ കുടുംബജീവിതത്തിൽ പിശാച് കയറുന്നത് പാമ്പിൻ്റെ രൂപത്തിലാണ്. ഇന്നും പാമ്പിൻ്റെ രൂപത്തിലാണ്, പാമ്പിൻ്റെ സ്വഭാവങ്ങളാണ് അവൻ വെളിപ്പെടുത്തുന്നത്. അവൻ നിങ്ങളുടെ കുടുംബജീവിതത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ മറഞ്ഞിരിക്കും, ആരും അറിയത്തില്ല. ഈ പുള്ളിക്കാരൻ അകത്ത് കയറിയെന്ന് ആരും അറിയത്തില്ല. പാമ്പ് ഒളിഞ്ഞിരിക്കുന്നത് പോലെ ഇവൻ ഒളിഞ്ഞിരിക്കും. എന്നിട്ട് സമയം വരുമ്പോൾ വിഷം പുറപ്പെടുവിക്കും. പാമ്പിൻ്റെ സ്വഭാവങ്ങളാണ്, വിഷം പുറപ്പെടുവിക്കും. മാത്രമല്ല, അത് കഴിയുമ്പോൾ ഈ കുടുംബജീവിതത്തെ അങ്ങ് ചുറ്റി വരിയും. ഇവർക്ക് ചലിക്കാൻ വയ്യാത്ത നിലയിൽ ഇവരെ തകർക്കുന്ന ബന്ധനവുമായിട്ട് അവൻ ആ കുടുംബത്തെ ചുറ്റി വരിയും. അവിടെ വരെ പോകുന്നതിന് മുന്നമേ അഭിഷേകത്തോടുകൂടെ രണ്ടുപേരും യോജിച്ചു നിന്ന് പ്രാർത്ഥിച്ച് ഉപവസിച്ച് അതിൻ്റെ മേൽ വിടുതൽ ഏറ്റെടുക്കണം. നിങ്ങളുടെ കുടുംബത്തെ സമാധാനം കൊണ്ട് നിറയ്ക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. രണ്ടാമത്തെ അടയാളം എന്ന് പറയുന്നത് ദുശീലങ്ങൾ കുടുംബത്തിൻ്റെ ഉള്ളിൽ പ്രവേശിക്കുന്നു. ഭർത്താവ് മദ്യപാനിയായിത്തീരുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡ്രഗ് അഡിക്ഷനിലേക്ക് പോകുന്നു, പുകവലിയിലേക്ക് പോകുന്നു,
ഇനിയിപ്പം ദൈവമക്കളാണെന്നുണ്ടെങ്കിൽ അവർ മദ്യപിക്കത്തില്ല, ഡ്രഗ്സിലേക്ക് പോകത്തില്ല. എന്നാൽ ആധുനികമാകുന്ന ഏതെങ്കിലും കാര്യത്തിന് സിനിമയ്ക്ക് അടിമയായി തീരുകയാണ്, അല്ലെങ്കിൽ ന്യൂസിന് അടിമയായി തീരുകയാണ്, അല്ലെങ്കിൽ ഫോണിന് അടിമയായി തീരുകയാണ്. അതുകൊണ്ട് ഭാര്യയുമായിട്ട് ആശയവിനിമയം നടത്താനോ ഒന്നിച്ചിരിക്കുവാനോ ഒന്നും സമയമില്ല. ഏതെങ്കിലും ഒരു ദുശീലമുള്ളിൽ പ്രവേശിക്കുകയാണ് എങ്കിൽ അത് വ്യക്തമാക്കുന്നത് നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഉള്ളിൽ പിശാച് പ്രവേശിച്ചിരിക്കുന്നു. ഇത് ഭാര്യയ്ക്കും സംഭവിക്കും. ഇന്നത്തെ ഭാര്യമാരിൽ പലരും ഫോണിന് അടിമകളായി തീർന്നിരിക്കുകയാണ്. ഒരു ഭർത്താവിനോട് സംസാരിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് നാട്ടിലുള്ളവരോടെല്ലാം ആധുനികമാകുന്ന മാധ്യമങ്ങളിലൂടെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അത്തരത്തിലുള്ള എല്ലാ അടിമത്വങ്ങളെയും കീഴ്പ്പെടുത്തുവാൻ തയ്യാറാകുക. മദ്യപാനത്തിന് അടിമകളായിരിക്കുന്നവർക്ക് സംഭവിക്കുന്നത് എന്ത് എന്ന് നമുക്ക് സദൃശ്യവാക്യത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. സദൃശ്യവാക്യം അതിൻ്റെ 23-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 29 മുതലുള്ള വാക്യങ്ങൾ ശ്രദ്ധിക്കുക. ആർക്ക് കഷ്ടം, ആർക്ക് സങ്കടം, ആർക്ക് കലഹം, ആർക്കാവലാതി, ആർക്ക് അനാവശ്യമായ മുറിവുകൾ, ആർക്ക് കൺചുവപ്പ്, വീഞ്ഞു കുടിച്ചുകൊണ്ട് നേരം വൈകിക്കുന്നവർക്കും മദ്യം രുചിച്ചു നോക്കുവാൻ പോകുന്നവർക്കും തന്നെ വീഞ്ഞ് ചുവന്നു പാത്രത്തിൽ തിളങ്ങുന്നതും രസമായി ഇറക്കുന്നതും നീ നോക്കരുത്, ഒടുക്കം അത് സർപ്പം പോലെ കടിക്കും. കേട്ടോ, ഈ ദുശീലങ്ങളുടെ പിന്നിലെല്ലാം പാമ്പ, അത് സർപ്പം പോലെ കടിക്കും, അണലി പോലെ കൊത്തും. നിന്റെ കണ്ണ് പരസ്ത്രീകളെ നോക്കും, നിന്റെ ഹൃദയം വക്രത പറയും. നീ നടുക്കടലിൽ ശയിക്കുന്നവനെ പോലെയും പാമരത്തിൻ്റെ മുകളിൽ ഉറങ്ങുന്നവനെ പോലെയുമാകും. വളരെ സങ്കടകരമാകുന്ന അവസ്ഥയാണ്. അതിൽ നിന്ന് കർത്താവ് വിടുവിക്കട്ടെ. എല്ലാ ദുശീലങ്ങളിൽ നിന്നും ഭാര്യ വിടുവിക്കപ്പെടട്ടെ, എല്ലാ ദുശീലങ്ങളിൽ നിന്നും ഭർത്താവ് വിടുവിക്കപ്പെടട്ടെ. പിശാചിനെ നിങ്ങൾ പുറത്താക്കുക. മൂന്നാമതായിട്ട്, നിങ്ങളുടെ കുടുംബജീവിതത്തിൽ പിശാച് കയറിയിട്ടുണ്ടോ? എങ്ങനെ അറിയാം? മൂന്നാമത്തെ അടയാളം, ഭാര്യ മത്സരിക്കുന്നു. ഭാര്യ ഭർത്താവിനെ അനുസരിക്കുന്നില്ല, ഭാര്യ ഭർത്താവിന് വിധേയപ്പെടുന്നില്ല. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവിനെ നോക്കിയിട്ട് പറയും, ഇയാളെ ഒന്നിനും കൊള്ളത്തില്ല, ഒരു യൂസ്ലെസ് ആണ് നിങ്ങളൊരു വിഡ്ഢിയാകുന്നു. തിരിച്ച് ഭർത്താവും പറയും, നിന്നെ ഒന്നിനും കൊള്ളില്ല, നീ ഒരു കഴുതയാണ്. ഇങ്ങനെയുള്ള ശാപവാക്കുകൾ തമ്മിൽ പറയുന്നു. ഭാര്യ ഭർത്താവിനെ അനുസരിക്കാതിരിക്കുകയും ഭാര്യ ഭർത്താവിനോട് മത്സരിക്കുകയും ചെയ്യുകയാണ് എങ്കിൽ ഉറപ്പാണ് നിങ്ങളുടെ വീട്ടിൽ പിശാച് കയറിയിരിക്കുന്നു. ദൈവം വെച്ചിരിക്കുന്ന ക്രമത്തിൽ ദൈവത്തിന് ഒരു കൃത്യമാകുന്ന രൂപരേഖയുണ്ട്. അവിടെ ഭർത്താവിന് കീഴ്പ്പെട്ട് ഭാര്യ ആയിരിക്കണമെന്നാണ് അവിടുന്ന് വെച്ചിരിക്കുന്ന നിബന്ധന. ആ നിബന്ധനയെ ലംഘിക്കുവാൻ എങ്ങനെ കഴിയും? പിശാചിൻ്റെ സഹായം കൂടാതെ ലംഘിക്കുവാൻ കഴിയത്തില്ല. അവിടെ വ്യാപരിക്കുന്ന ഒരു സ്വാധീന ശക്തിയാണ്, ഒരു ദുരാത്മ ശക്തിയാണ് ഇസബേല്യ ശക്തി എന്ന് പറയുന്നത്. പഴയ നിയമത്തിലെ ആഹാബിൻ്റെ ഭാര്യയാകുന്ന ഇസബേൽ, അവളായിരുന്നു ഭർത്താവിനെ നിയന്ത്രിച്ചത്. ആ ഒരു ദുരാത്മ സ്വാധീനം ഇന്നും പല കുടുംബങ്ങളിലും കാണുവാൻ കഴിയുന്നു. ഒരു ഇസബേല്യ ദുരാത്മ സ്വാധീനം ഭവനത്തിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ വളരെ വ്യക്തം, വീട്ടിനകത്ത് പിശാച് കയറിയിരിക്കുകയാണ്. ഇനി വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ വീട്ടിനകത്ത്, നിങ്ങളുടെ കുടുംബജീവിതത്തിൻ്റെ ഉള്ളിൽ പിശാച് കയറിയിട്ടുണ്ടോ? രാത്രികാലം നിങ്ങൾ ഉറങ്ങുന്ന സന്ദർഭത്തിൽ ആവർത്തിച്ച് നീണ്ട നാളുകളായിട്ട് ലൈംഗിക സ്വപ്നങ്ങൾ കാണുകയാണ്. ഭാര്യയുടെ അരികിൽ ഒരു പുരുഷൻ വരുന്നു, ആ ഭാര്യയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതായിട്ട് ഭാര്യ സ്വപ്നത്തിൽ കാണുന്നു. ഭർത്താവിൻ്റെ അരികിൽ ഒരു സ്ത്രീ വരുന്നു, ഭർത്താവുമായിട്ട് ആ സ്ത്രീ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സ്വപ്നം കാണുകയാണ്. ആവർത്തിച്ച് ഇത്തരത്തിലുള്ള ലൈംഗിക സ്വപ്നങ്ങൾ കാണുകയാണ് എങ്കിൽ ഉറപ്പാകുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ദുരാത്മാ സ്വാധീനം, നിങ്ങളുടെ കുടുംബജീവിതത്തെ തകർക്കുവാൻ വേണ്ടി ഒരു ദുരാത്മാവ് കുടുംബത്തിൻ്റെ അകത്ത് പ്രവേശിച്ചിട്ടുണ്ട് എന്ന് വളരെ വളരെ വ്യക്തമാകുന്നു. ഈ ലൈംഗിക സ്വപ്നങ്ങളുടെ കാരണങ്ങൾ, ആവർത്തിച്ചുണ്ടാകുന്ന ലൈംഗിക സ്വപ്നങ്ങളുടെ കാരണങ്ങൾ കണ്ടുപിടിക്കുവാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ, ഒന്ന് പാരമ്പര്യ കാരണങ്ങളായിരിക്കാം, മുൻ തലമുറകളിൽ നിന്ന് ചിലത് പകർന്നു വന്നതായിരിക്കാം, ഇല്ലെങ്കിൽ ചെറുപ്പകാലം മുതൽ തന്നെ സ്വയഭോഗം അതു മുഖാന്തരമായിട്ട് ചിലരിൽ ലൈംഗിക സ്വപ്നങ്ങൾ പ്രവേശിക്കുവാനുള്ള സാധ്യതയുണ്ട്. അല്ല എങ്കിൽ ഇന്നത്തെ ആധുനികമാകുന്ന സംവിധാനങ്ങളിലൂടെ മോശമാകുന്ന
വീഡിയോകളും മോശമാകുന്ന ചിത്രങ്ങളും കാണുവാൻ വേണ്ടി ആവർത്തിച്ച് വിധേയപ്പെടുത്തുകയാണ് എങ്കിൽ, ഫോണോഗ്രാഫിക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ, അത് മുഖാന്തരമായിട്ട് ഇത്തരത്തിലുള്ള ദുരാത്മാവ് ഉള്ളിൽ പ്രവേശിക്കും. അവിടെ ഈ കുടുംബജീവിതത്തിൽ ഇങ്ങനെയുള്ളവരാണ് ചില സന്ദർഭങ്ങളിൽ 2 മുറികളിൽ കിടന്നുറങ്ങുന്നത്. അവരുടെ ബന്ധം ഏതാണ്ട് വിച്ഛേദിച്ചതുപോലെയാകുന്നു, മുറിഞ്ഞു പോയതുപോലെയാകുന്നു. അവരൊരു വീട്ടിൽ താമസിക്കുന്നു എങ്കിൽ പോലും, ഡിവോഴ്സ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും 2 മുറിയിലാണ് അവർ താമസിക്കുന്നത്. അവർക്ക് ശാരീരികമായി യാതൊരു ബന്ധവുമില്ല. എന്നാൽ രാത്രികാലങ്ങളിൽ ലൈംഗിക സ്വപ്നങ്ങൾ വന്ന് അവരെ പീഡിപ്പിക്കുകയാണ്. അതൊരു പ്രത്യേക മേഖലയാണ്. ആ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണങ്ങൾ ഞാൻ അധികമായി പറയുന്നില്ല. ഇതൊക്കെ വളരെ വ്യക്തമായിട്ട് നൽകുന്ന ഒരു സന്ദേശമാകുന്നു. നിങ്ങളുടെ കുടുംബജീവിതത്തിൽ പിശാച് കയറിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അതിനെ പുറത്താക്കണം. ഏറ്റവും പ്രധാനപ്പെട്ടത്, നമ്മളെ തന്നെ താഴ്ത്തുവാൻ തയ്യാറായെങ്കിൽ മാത്രമേ ഇതിൽ നിന്ന് നമുക്ക് വിടുതൽ പ്രാപിക്കുവാൻ കഴിയത്തുള്ളൂ. എനിക്കൊരു പ്രശ്നമുണ്ട്, എൻ്റെ കുടുംബത്തിലൊരു പ്രശ്നമുണ്ട്, ഞാനത് പരിഹരിക്കണം. ഭർത്താവ് ആ തിരിച്ചറിവിലേക്ക് വരണം, ഭാര്യ ആ തിരിച്ചറിവിലേക്ക് വരണം. ഒരുമിച്ചിരുന്ന് സമാധാനത്തോടുകൂടി ആശയവിനിമയം നടത്തണം. ഇനി നിങ്ങൾക്ക് അങ്ങനൊരു ആശയവിനിമയം നടത്താൻ കഴിയത്തില്ല എങ്കിൽ, ഈ മേഖലയിൽ പ്രാഗൽഭ്യമുള്ള, ദൈവകൃപയുള്ള, ഈ കാര്യങ്ങൾ നന്നായി അറിയാവുന്ന ആരെങ്കിലുമായിട്ട് ഒന്നിച്ചിരുന്ന് സംസാരിക്കുവാനും വിടുതൽ ഏറ്റെടുക്കുവാനും നിങ്ങൾ തയ്യാറാകണം. ഒരു വിടുതലിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിങ്ങൾ വിധേയപ്പെടുത്തി കൊടുക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ തന്നെത്താൻ താഴ്ത്തുവാൻ തയ്യാറായെങ്കിൽ മാത്രമേ, എനിക്കൊരു പ്രശ്നമുണ്ട്, ഇതാ ഞങ്ങൾ 2 മുറിയിൽ കിടന്നാണ് ഉറങ്ങുന്നത്, വർഷങ്ങളായിട്ട് ഞങ്ങൾക്ക് ശാരീരിക ബന്ധങ്ങളൊന്നുമില്ല, രാത്രിയിൽ നിന്നും ദുരാത്മാക്കൾ വന്ന് ഞങ്ങളോട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയാണ്. ചിലരതിനെ സ്പിരിച്വൽ വൈഫ് എന്നും സ്പിരിച്വൽ ഹസ്ബൻഡ് എന്നും ഒക്കെ വിളിക്കുന്നുണ്ട്. അത്തരത്തിൽ ആന്തരിക സൗഖ്യവുമായി ബന്ധപ്പെട്ടുള്ള ശുശ്രൂഷകളിൽ അത്തരത്തിലുള്ള ചില ടേംസ് തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. എന്തുമാകട്ടെ, ഈ നിലയിലുള്ള പീഡനങ്ങൾ അനുഭവിക്കുന്നുവെങ്കിൽ ഈ സത്യം സമ്മതിക്കണം. സമ്മതിച്ചതിന് ശേഷം എനിക്കൊരു വിടുതൽ ആവശ്യമാണ്. തമ്മിൽ ആരോപണം ഉന്നയിക്കുന്നത് അവസാനിപ്പിക്കുക. ഭാര്യയല്ല കുറ്റക്കാരി, ഭർത്താവല്ല കുറ്റക്കാരി. ഭാര്യ പറയുന്നു ഈ ഭർത്താവിൻ്റെ വീട്ടുകാർ ശരിയല്ല, ഭർത്താവ് പറയുന്നു ഈ ഭാര്യയുടെ വീട്ടുകാർ ശരിയല്ല. അപ്പോൾ ഇവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും അതും ഇതുമെല്ലാം പറഞ്ഞ്, തമ്മിൽ ശാപവാക്കുകൾ അന്യോന്യം പറഞ്ഞ്, വീട്ടുകാരെ കുറ്റപ്പെടുത്തി, ഇവർ തന്നെ മറ്റു പലരുമായിട്ട് കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കി തമ്മിൽ ആക്രമണം നടത്തുന്ന നിലവാരത്തിലുള്ള ആ ശൈലി, ആ ജീവിതശൈലി അവസാനിപ്പിക്കുക. അത് അവസാനിപ്പിച്ചതിന് ശേഷമായിട്ട് എനിക്ക് ആഴത്തിലൊരു വിടുതൽ ആവശ്യമാണ് എന്ന് സമ്മതിച്ച് തന്നെത്താൻ താഴ്ത്തുവാൻ തയ്യാറാകുന്നുവെങ്കിൽ നിങ്ങൾക്ക് ദൈവസന്നിധിയിൽ മുട്ടുമടക്കുവാൻ കഴിയും. ദൈവസന്നിധിയിൽ നിങ്ങൾ മുട്ടുമടക്കുകയാണെങ്കിൽ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത്, കർത്താവ് നിങ്ങൾക്ക് പാപബോധം നൽകിത്തരും. നിങ്ങൾക്ക് വന്ന പരാജയങ്ങൾ എവിടെയാണ്? ഇതൊരു ജനറേഷനലായിട്ടുള്ളൊരു കാര്യമാകുന്നുവെങ്കിൽ അതിനെ തകർക്കുവാൻ വേണ്ടി വീട്ടിൽ മാതാപിതാക്കൾ, നിങ്ങളുടെ മാതാപിതാക്കൾ ഇതേപോലെ വഴക്കുണ്ടാക്കുന്നവരായിരുന്നു. അതേ സംഭവം, ആ കുടുംബ പ്രശ്നങ്ങളെല്ലാം അതേപോലെ ജനറേഷനിലായിട്ട് നിങ്ങളുടെ മേൽ വന്നിരിക്കുന്നു എങ്കിൽ ആ മേഖലയിൽ കർത്താവ് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകുവാൻ വിശ്വസ്തനാണ്. ആ ജനറേഷനലായിട്ടുള്ള കാര്യത്തെ കർത്താവ് ബ്രേക്ക് ചെയ്ത് നിങ്ങളുടെ കുടുംബജീവിതത്തെ സ്വതന്ത്രമാക്കും. അല്ല, നിങ്ങൾ തന്നെ ചെയ്ത പാപങ്ങൾ മുഖാന്തരമായിട്ട്, നിങ്ങളുടെ തെറ്റുകൾ മുഖാന്തരമായിട്ടാകുന്നു ഇത് സംഭവിച്ചിരിക്കുന്നത് എങ്കിൽ ആ മേഖലയിൽ മാനസാന്തരപ്പെടണം. അവിടെ നിങ്ങൾ റിപ്പൻറ്റ് ചെയ്യുവാൻ തയ്യാറാകുകയും നിങ്ങളുടെ കുറവുകൾ കർത്താവിൻ്റെ സന്നിധിയിൽ ഏറ്റുപറയുവാൻ തയ്യാറാകുകയും ചെയ്തുകൊണ്ട് ആ മേഖലയിൽ വന്നിരിക്കുന്ന ആ സംഘർഷങ്ങളെ പരിഹരിച്ചതിന് ശേഷം നിങ്ങളുടെ വ്യക്തിപരമാകുന്ന ജീവിതം ദൈവസന്നിധിയിൽ നിരപ്പുള്ളതായി തീർന്നിട്ട്, ഭർത്താവ് തൻ്റെ കുറവുകളെ ഏറ്റുപറഞ്ഞ്, ജനറേഷനിലായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെ കട്ട് ചെയ്ത്, ആരോടെങ്കിലും അൺഗോഡ്ലി സോൾട്ടേഴ്സ് ഉണ്ടെങ്കിൽ അതിനെ കട്ട് ചെയ്ത്, ആ മേഖലയിൽ ദൈവസന്നിധിയിൽ ഒരു നല്ല മനസാക്ഷിയോടുകൂടെ എത്തിയതിന് ശേഷം ഭാര്യയുമായിട്ട് ക്ഷമ ചോദിച്ച്, അതുവരെ ഉണ്ടായ എല്ലാ കാര്യങ്ങളും നീ എന്നോട് ക്ഷമിക്കണമേ എന്ന് മനഃപൂർവ്വം തന്നെത്താൻ താഴ്ത്തി ക്ഷമ ചോദിക്കുവാൻ തയ്യാറായി, അതേപോലെ തന്നെ ഭാര്യ സ്വന്തം ജീവിതത്തിൽ വന്ന പരാജയങ്ങളെല്ലാം കണ്ടെത്തി
അതിനെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് പരിഹരിച്ച്, ഏതെങ്കിലും സോൾ ടൈസ് ഉണ്ടെങ്കിൽ, അൺഗോഡ്ലി സോൾ ടൈസ് ഉണ്ടെങ്കിൽ അതിനെ കട്ട് ചെയ്ത്, ജനറേഷനിലായിട്ടുള്ള ഏതെങ്കിലും കേഴ്സസ് ഉണ്ടെങ്കിൽ അതിനെ കട്ട് ചെയ്ത് തൻ്റെ ഭർത്താവിനോട് ക്ഷമ ചോദിക്കുവാൻ തയ്യാറായി, മനഃപൂർവ്വം വിനയ പുരസ്സരം ക്ഷമ ചോദിക്കുവാൻ തയ്യാറായി, ആ നിലയിൽ ഒരു രമ്യതയിൽ എത്തിയതിനു ശേഷം രണ്ടുപേരും അധികാരമേറ്റെടുത്ത് യേശുക്രിസ്തുവിൻ നാമത്തിൽ നിങ്ങളുടെ കുടുംബത്തെ തകർക്കുവാൻ വേണ്ടി ശ്രമം നടത്തുന്ന ദുരാത്മാവെ വിട്ടുപോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ വാലും ചുരുട്ടി വിട്ടുപോകും. പിന്നെ ഒരിക്കലും ആ വഴിക്ക് വരത്തില്ല. ഇത്രയും കാര്യങ്ങൾ വെളിപ്പെട്ട് കിട്ടുമ്പോൾ തന്നെ, തമ്മിൽ യോജിപ്പിൽ എത്തിച്ചേരുമ്പോൾ തന്നെ അവൻ്റെ സകല പേരുകളും പറയും. നിങ്ങളുടെ ഉള്ളിൽ പിടിച്ചു നിൽക്കുവാൻ കഴിയാത്ത നിലയിൽ സകല ലീഗൽ റൈറ്റുകളെയും നിങ്ങൾക്ക് തകർക്കുവാൻ കഴിയും, അവനെ പുറത്താക്കുവാൻ കഴിയും. പരിണിത ഫലം എന്തായിരിക്കും? നിങ്ങളുടെ കുടുംബജീവിതം സ്വർഗമായി തീരുവാൻ പോകുന്നു. മിഡിൽ പ്ലേസിൽ ഇതുവരെയും നിങ്ങളെ തമ്മിൽ അടുപ്പിച്ചു കൊണ്ടിരുന്ന പിശാച് പോയി. കർത്താവാകുന്ന യേശുക്രിസ്തു മധ്യസ്ഥാനത്ത് വരും, മിഡിൽ പ്ലേസിൽ വരും. യേശുക്രിസ്തുവിൻ്റെ സ്വഭാവമുള്ളവരായി യോജിപ്പിൽ നിങ്ങൾ ജീവിക്കും. ഒത്തിരി ഫലം പുറപ്പെടുവിക്കും. അനേകർക്ക് ആശ്വാസമായി തീരും. അനേകരുടെ കണ്ണുനീർ തുടയ്ക്കുവാൻ വേണ്ടി കർത്താവ് ഉപയോഗിക്കും. പുതുവഴികൾ തുറക്കപ്പെടും. നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും നിങ്ങൾക്ക് വലിയ ദൈവസാന്നിധ്യം അനുഭവിക്കുവാൻ കഴിയും. ശാരീരികമാകുന്ന ആരോഗ്യം, മാനസികമാകുന്ന സന്തോഷം, സാമ്പത്തികമാകുന്ന വിടുതൽ, നിങ്ങളുടെ ലൈംഗിക ജീവിതത്തിലും കർത്താവിനാൽ ലഭ്യമാകുന്ന ആ സന്തോഷം, അങ്ങനെ എല്ലാ മേഖലകളെയും അനുഗ്രഹിക്കുന്ന ഒരു വലിയ ദൈവപ്രവൃത്തിയാണ് കർത്താവ് നിങ്ങളുടെ കുടുംബജീവിതത്തിൽ അയക്കുവാൻ ആഗ്രഹിക്കുന്നത്. അത് സ്വീകരിക്കുവാൻ വേണ്ടി വിധേയപ്പെടുത്തി കൊടുക്കുക, ഏൽപ്പിച്ചു കൊടുക്കുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്ന ഈ നിമിഷത്തിൽ തന്നെ കർത്താവ് അത്ഭുതം ചെയ്യുവാൻ പോകുന്നു. പിതാവേ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ അങ്ങയുടെ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഈ സന്ദേശം കേട്ട സമയത്ത് തന്നെ ചില തിരിച്ചറിവുകളിലേക്ക് ഈ പ്രിയപ്പെട്ടവർ വന്നിരിക്കുന്നുവെങ്കിൽ ഇവരെ ബന്ധിച്ചിരിക്കുന്ന സകല ബന്ധനങ്ങളും അഴിഞ്ഞു പോകട്ടെ. അവരെ ചുറ്റിയിരിക്കുന്ന സകലവിധമാകുന്ന പൈശാചിക ശക്തികളുടെ കെട്ടുകൾ കത്തിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കുടുംബത്തിൽ നിന്ന് പിശാചുക്കൾ പുറത്തു പോകട്ടെ. അസാധാരണമാകുന്ന ദൈവിക ആശീർവാദങ്ങളാലും അനുഗ്രഹങ്ങളാലും ഈ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങൾ അങ്ങ് ചെയ്യുന്നതിനായി സ്തോത്രം. കുടുംബങ്ങളെ പുത്ര പരിശുദ്ധാത്മനാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. ഗ്ലോറി ടു ജീസസ്. ഒരിക്കൽ കൂടെ ഈ പുസ്തകത്തെക്കുറിച്ച് പറയുന്നു. വീണ്ടും പെന്തക്കോസ്ത് മലയാളം പുസ്തകം, പെന്തക്കോസ്റ്റ് അഗെയിൻ ഇംഗ്ലീഷ് പുസ്തകം, പുനരുജ്ജീവനവും പുനഃസ്ഥാപനവും. പാസ്റ്റർ സാജൻ ഈശോ എഴുതിയ പുനരുജ്ജീവനവും പുനഃസ്ഥാപനവും. ഈ പുസ്തകങ്ങൾ സൗജന്യമായി ലഭ്യമാണ്. നിങ്ങളുടെ അഡ്രസ് ഞങ്ങൾക്ക് അയച്ചു തരിക, ഞങ്ങൾ അയച്ചു തരുന്നതായിരിക്കും. ഈ ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഈ സന്ദേശം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുക. കർത്താവാകുന്ന യേശു നിങ്ങളുടെ കൂടെയിരിക്കും. ഗോഡ് ബ്ലെസ് യു. ആമേൻ. എല്ലാ പ്രഭാതത്തിലും 3 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു ചെറിയ സന്ദേശം വാട്സപ്പിൽ അയക്കുന്നുണ്ട്. നിങ്ങൾക്കത് ലഭിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒരു മെസ്സേജ് അയയ്ക്കുക. ഞങ്ങളുടെ ഓൺലൈൻ റേഡിയോ ആയ ജീസസ് റെയിൻസ് റേഡിയോയുടെ ആപ്പ് ഇതുവരെയും ഡൗൺലോഡ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്. ജീസസ് റെയിൻസ് റേഡിയോ എന്ന് ടൈപ്പ് ചെയ്ത ശേഷം സെർച്ച് ചെയ്യുക. ആപ്പ് നിങ്ങൾ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്താലും. എല്ലാ പ്രഭാതത്തിലും 4 മണിക്ക് ടങ്സ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങളുടെ ആത്മീയ വർധനവിനായി ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും. മീറ്റിംഗ് ID സ്ക്രീനിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. അതോടൊപ്പം തന്നെ എല്ലാ ബുധനാഴ്ചയും രാത്രി 10 മുതൽ 1 മണി വരെ നൈറ്റ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് ഒരുമിച്ച് രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും. ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം ബെൽ ബട്ടൺ അമർത്താൻ മറക്കല്ലേ. ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക് അനുഗ്രഹമാകാൻ ഷെയർ ചെയ്താലും. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.